ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ബാങ്കിങ്ങിൽ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ടല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞിട്ട്, ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിസ്ക് അല്ലേ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അതിന് പലതരത്തിലുള്ള റിസ്കുകൾ സംഭവിക്കും. ഒരു ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് അതിന് വരുന്ന റിസ്കുകളെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കൈയും കണക്കുമില്ലാത്ത രീതിയിൽ റിസ്കുകൾ വരും. അത് ഏതൊക്കെ രീതിയിലായിരിക്കും റിസ്കുകൾ വരുന്നത്? പലപ്പോഴായിട്ട് നമ്മൾക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ നിന്നും വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക് അത് തന്നെയാണ്. നോക്കൂ, ടൈപ്സ് ഓഫ് റിസ്ക് ആണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നമ്മളുടെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് റിസ്ക്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് നോക്കിയാലോ. എന്താണ് ഇത് എന്നതൊന്നും ഒരു ഐഡിയ നമുക്ക് കിട്ടണം അല്ലേ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. റിസ്ക് മേ ബി ഡിഫൈൻഡ് ആസ് പോസിബിലിറ്റി ഓഫ് ലോസ് വിച്ച് മേ ബി ഫിനാൻഷ്യൽ ലോസ് ഓർ ലോസ് ഓഫ് ഇമേജ് ഓഫ് റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ അല്ലേ. എന്താ ഇവിടെ പറയുന്നത്? റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ +1 +2 കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കറിയാം. അവർ പഠിക്കുമ്പോൾ തന്നെ റിസ്ക് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ലെങ്കിലും എന്താണ് റിസ്ക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പോകുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. റിസ്ക് ഈസ് അൺസർട്ടൻ, ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കും എന്നുള്ള ആ സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ? നോക്കിയേ, ഇറ്റ് ഈസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നാളെ ഒരു പക്ഷെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിച്ചേക്കാം എന്ന് പറയുന്ന ആ സാഹചര്യത്തെ, ആ സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്, റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം മാത്രമായിരിക്കില്ല ഒരു ബിസിനസ്സിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് മേഖലയ്ക്ക് സംഭവിക്കുന്ന, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് സംഭവിക്കുന്നത്. കാരണം ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം മാത്രമായിരിക്കില്ല റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫിനാൻഷ്യൽ ലോസും ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മളെക്കുറിച്ച് അറിയപ്പെടുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു നല്ല പേരെടുത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് എങ്കിൽ അതിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ, അതിൻ്റെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ പോലും അത് ഭാവിയിലേക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നോക്കിയേ, റിസ്ക് ഇസ് ദ സിറ്റുവേഷൻ ഓഫ് uncertainty of future or deviation from expected outcome resulting into financial losses. നമുക്ക് ഇപ്പോഴൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നത് മാത്രമല്ല, നാളുകളിൽ നമ്മൾ ഒരു ലാഭം കണ്ടിട്ട് ചെയ്യുന്ന പല പ്രവൃത്തികളുണ്ടല്ലേ. നമ്മളൊരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്കൊരു ലാഭം കിട്ടുമെന്ന് കരുതി നമ്മൾ പല ബിസിനസ്സുകളിലും ഏർപ്പെടാറുണ്ട്. പക്ഷേ ആ പ്രതീക്ഷിച്ച ലാഭത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷനെ നമുക്ക് ഏതെന്ന് പറയാം, ഒരു റിസ്കിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതും നമുക്കൊരു റിസ്ക് ആണ് എന്നുള്ള രീതിയിൽ പറയുവാനായിട്ട് കഴിയും. ശരിയല്ലേ? ഇറ്റ് ബിക്കെയിം ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് റിസ്ക് ഇൻ ബാങ്കിങ് സെക്ടർ ബിക്കോസ് എ ബാങ്ക് ഫെയിലിയർ ക്യാൻ ഇമ്പാക്ട് മില്യൺസ് ഓഫ് പീപ്പിൾസ് ആസ് വെൽ ആസ് കൺട്രീസ് എക്കണോമി. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ നെടുംതൂണ് എന്ന് പറയുന്നത്, സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയാണ് അല്ലേ. നമുക്കറിയാം, ഏത് രീതിയിൽ നോക്കിയാലും ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമില്ലാതെ കണ്ട് നമ്മൾക്കാർക്കും ഒരു ബിസിനസ് ചെയ്യുവാൻ പോയിട്ട് നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യുവാനേ കഴിയത്തില്ല. അതുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ വരുന്ന റിസ്കുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഒരു രാജ്യം തകർന്നു പോകുവാൻ ആ ഒരൊറ്റ കാരണം മതി എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാങ്കിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച്? അവർക്ക് ഹ്യൂജ് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അവരെ ഇൻട്രസ്റ്റ് കൂട്ടുന്നു, ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു രാജ്യത്തെ തന്നെ പിടിച്ചു നിർത്തുവാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം എന്ന് പറയുന്നത് എന്താ?
അതായത് ഇത്ര ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾ സാമ്പത്തികമെല്ലാം അല്ലെങ്കിൽ ആൾക്കാരുടെ കൈവശം മുഴുവൻ ഒരുപാട് പണമുണ്ട്, ശരിയല്ലേ? അങ്ങനെ പണം കുമിഞ്ഞുകൂടിയാൽ എന്ത് ചെയ്യും? ഇടയ്ക്ക് ശ്രീലങ്കയിൽ ഒരു സംഭവം ഉണ്ടായി, അവർ ഇൻഫ്ലേഷൻ ആയിപ്പോയി. എന്താണ്? ആൾക്കാരുടെ കൈവശം ഒരുപാട് ക്യാഷ് ഉണ്ട്, പക്ഷേ അവർക്ക് ഈ ക്യാഷ് കൈവശം ഉണ്ടെങ്കിലും അവർക്ക് അതുകൊണ്ട് ഗുണമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൈവശം ഇപ്പം കാശിന് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, കാശ് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ജോലിക്ക് വേണ്ടി പഠിക്കുന്നത്, നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു ജോലി കിട്ടണം, കാശ് സമ്പാദിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന കാശ്, ഈ കാശ് കൊണ്ട് ഉപയോഗമില്ലാതെ പോയാൽ, ഇതൊരു പേപ്പർ കഷ്ണത്തിന്റെ വിലയേ ഉള്ളൂ എങ്കിൽ പിന്നെ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ശരിയല്ലേ? അപ്പോൾ ഇൻഫ്ലേഷൻ വരുമ്പോൾ ആൾക്കാരുടെ കൈവശം ഒരുപാട് കാശാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴൊരു ചായക്കടയിൽ ഞാൻ ഇത്രയും ചിന്തിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാശിന് ആവശ്യമുണ്ട്. സോ റിസർവ് ബാങ്ക് തീരുമാനിക്കുന്നു, അല്ലെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് റിസർവ് ബാങ്കിനോട് പറയുന്നു, നിങ്ങൾ നോട്ട് അച്ചടിക്കും, പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കൂ, അല്ലെങ്കിൽ രാജ്യത്തിലെ ഒരു പൗരൻ ഒരു കോടി രൂപ വെച്ച് നിങ്ങൾ എല്ലാവരും കൊടുക്കൂ എന്ന് തീരുമാനിച്ചിട്ട് കുറേ നോട്ടുകൾ അച്ചടിച്ചിട്ട് ഒരാൾക്ക് 1 കോടി വെച്ച് കിട്ടി. വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടി അല്ലേ? അപ്പൊ കാശ് കിട്ടിയില്ലേ? നിങ്ങളുടെ ജീവിതം റിച്ച് ആയിട്ട് തീരുവോ? ഇല്ല. കാരണം എന്താണ്? ഈ കാശ് ഉപയോഗിക്കാൻ പറ്റാതെ വരും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു. നിങ്ങൾ വഴിയിൽ ഇറങ്ങിയിട്ട് ഒരു ബസ് കയറിയിട്ടാണ് പോകുന്നത് എന്ന് കരുതിക്കേ. എടാ മക്കളെ, ഈ ബസ് ഓടിക്കുന്നവനും കിട്ടിയിട്ടുണ്ട് 1 കോടി, ബസ്സിലെ കണ്ടക്ടർക്കും കിട്ടി 1 കോടി. ഞാൻ ചോദിക്കട്ടെ, 1 കോടി കിട്ടിയ ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ പിറ്റേ ദിവസം മുതൽ ബസ് ഓടിക്കാൻ വരുമോ? വരത്തില്ല. കാരണം അവന് കാശ് കിട്ടി, അവൻ ഇനി മുതൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ബസ് സർവീസ് ഇല്ലെന്നായി. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ എവിടെയോ ചെന്നു, ആ സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങൾക്ക് വിശന്നു, നിങ്ങൾ കടയിൽ കയറി, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുവാനായിട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഹോട്ടലിൽ ആൾക്കാരില്ല പണിയാൻ, കാരണം അവിടെ പണിയുന്നവർക്കും 1 കോടി വെച്ച് കിട്ടിയിട്ടുണ്ട്, അവർ പണി നടത്തിപ്പോയി, കാശ് കിട്ടിയല്ലോ. സോ ഒരു ഫിനാൻഷ്യൽ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് രാജ്യത്തെ തന്നെ തകർത്ത് കളയുവാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കണം. സോ ഒരാളെയും കിട്ടാതെ വരും. നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് കിട്ടാൻ ആൾക്കാരില്ല, കാരണം അവിടെ കാശുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 100 രൂപ, ഒരു 10 രൂപ കൊടുത്താൽ ഒരു ചായ കിട്ടുമെന്ന് കരുതിക്കും. 10 രൂപ കൊടുത്താൽ കിട്ടുന്ന ചായയാണെങ്കിൽ ചായക്കടക്കാരൻ ഇപ്പോൾ 1 കോടി കിട്ടിയില്ല, ഇൻഫ്ലേഷനാ, പണപ്പെരുപ്പമാണല്ലോ. അപ്പോൾ അദ്ദേഹം പിന്നെ ചായക്കട നടത്തുമോ? ഇല്ല. അഥവാ ചായക്കട തുടർന്നു പോകുന്നു എന്ന് കരുതിക്കേ, അയാൾക്ക് 10 രൂപയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ ചായ തരുമോ? ഇല്ല. കാരണം എന്താണ്? അയാൾ ഡിമാൻഡ് കൂട്ടും. അയാൾക്ക് ഇപ്പോൾ ഇത് ബിസിനസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അയാൾ പറയും 100 രൂപ വേണമെന്ന്. നിങ്ങൾ ആ 10 കൊടുത്ത സ്ഥാനത്ത് 100 കൊടുക്കേണ്ടതായിട്ട് വരും, വേറെ സാഹചര്യമില്ല മക്കളെ. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഒരു രാജ്യത്തെ പിടിച്ചു കുലുക്കും, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ തകർത്ത് കളയുമെന്ന് പറയുന്നത്. സോ ഒരു ബാങ്ക് നമ്മൾ കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ ബാങ്കിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എങ്കിലും ആ ബാങ്ക് ആ രാജ്യത്തെ പിടിച്ചു നിർത്തുവാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തി വളരെ വലുതാണ്. സോ റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയ വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ മനസ്സിലാക്കി തീർക്കുക. ഓക്കെ ആണോ? ബൈ അനലൈസിങ് വേരിയസ് റിസ്ക് ഫേസ്ഡ് ബൈ ഗവൺമെൻറ്, ബാങ്ക്സ് ക്യാൻ സെറ്റ് ബെറ്റർ റൂൾസ് ആൻഡ് റെഗുലേഷൻ ടു എൻകറേജ് പ്രൊഡൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റിനും പലവിധ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, പല ബാങ്കുകളും, അതായത് ബാങ്കുകൾ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും, പല റൂളുകളും ഫ്രെയിം ചെയ്യാനായിട്ടൊക്കെ കഴിയും. ഈവൻ ഇഫ് എ ബാങ്ക് ക്യാൻ ജനറേറ്റ് ലാർജ് റവന്യൂ, ലാക്ക് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ക്യാൻ ഹാംപർ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ലോവർ പ്രോഫിറ്റ്. നോക്കിക്കേ, ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് ലാർജ് റവന്യൂ, അതായത് വലിയ വരുമാനം, ഉയർന്ന വരുമാനം ബാങ്കിന് നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അവിടെ റിസ്കിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലോസിലേക്കായിരിക്കും പോകുന്നത്. ശരിയല്ലേ? നമ്മളുടെ പ്രൊഡക്ഷൻ എത്രത്തോളം കൂടിയാലും, എത്രത്തോളം ലാഭം കൂടിയാലും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ മാക്സിമം കുറച്ചാലേ ലാഭം അത്ര കണ്ട് വർദ്ധിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഇവിടെ റവന്യൂ കൂടുന്നുണ്ട്, റിസ്ക്കും കൂടുന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല മക്കളെ. റവന്യൂ കൂടിയില്ലെങ്കിലും റിസ്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലാഭകരമായി തീരുന്നതെന്ന് മനസ്സിലാക്കുക. റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം കംപ്രൈസസ് എന്താണെന്ന് നോക്കാം. റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് പോളിസീസ് ആസ് വെൽ ആസ് പ്രൊസീജിയർ ഫോർ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഫോർ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്. ഈ പറയുന്നവയെല്ലാം റിസ്ക് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ, ദാറ്റ്സ് ബാങ്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അല്ലേ? ഒരു ബാങ്കിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കൺട്രോൾ, അല്ലെങ്കിൽ അതിന്
ഇൻറ്റേർണൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷനിലെ ഹൈറാർക്കി ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഫ്രെയിം ചെയ്തതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെന്നുള്ളത് റിസ്കിനെ അധികമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് പറയുന്നു, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ് കവറിങ് ഓൾ റിസ്ക് ദ ബാങ്ക് ഈസ് എക്സ്പോസ്ഡ് ടു ഓർ മേ പൊട്ടൻഷ്യൽ ബി എക്സ്പോസ്ഡ് ഓർ ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന റിസ്കിൽ നിന്നും അല്ലെങ്കിൽ ചെയ്യുന്ന ഓപ്പറേഷൻസിൽ നിന്ന് റിസ്കിനെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കുവാൻ, മൈറ്റിഗേറ്റ് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക. ആഡിക്വേറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, കൃത്യമായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വേണം. അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം വേണം. ആഡിക്വേറ്റ് പ്രോസസ് ഓഫ് ഇൻറ്റേർണൽ ക്യാപിറ്റൽ ആഡിക്വസി അസസ്മെൻറ്റ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ആഡിക്വസി അസസ്മെൻറ്റും കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസ്കിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇൻ ദെയർ ഓപ്പറേഷൻസ് ബാങ്ക്സ് ആർ പർട്ടിക്കുലർലി എക്സ്പോസ്ഡ് ടു ദ ഫോളോവിങ് റിസ്ക്. എന്തൊക്കെ റിസ്കുകളാണ് ബാങ്ക് ഫേസ് ചെയ്യുവാൻ പോകുന്നത് നോക്കിയാലോ. നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നു വരികയാണ് അല്ലേ. നോക്കിയേ, ലിക്വിഡിറ്റി റിസ്ക് ഒരു ബാങ്കിനെ സംബന്ധിച്ച് ആ ബാങ്കിന് വരാവുന്നതിലെ ഏറ്റവും വലിയ റിസ്ക്കാണ് ലിക്വിഡിറ്റി റിസ്ക്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ബാങ്ക് തകർന്നു പോയി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് കാരണം? ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ്, അല്ലെങ്കിൽ ആൾക്കാർ ഇൻഡിവിജ്വൽസ് കൊണ്ടുവന്ന അക്കൗണ്ട് എടുത്ത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുക അവർ വിഡ്രോ ചെയ്യുവാൻ ചെല്ലുമ്പോൾ ബാങ്ക് വിഡ്രോവൽ അനുവദിക്കാതെ, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുവാനായിട്ട് ക്യാഷ് തിരികെ കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ ആൾക്കാർ പറയും ബാങ്കിൻ്റെ പക്ഷം കാശില്ല, ബാങ്ക് തകർന്നു പോയി. ശരിയല്ലേ? അപ്പോൾ കൃത്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബാങ്കിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ബാങ്കിലേക്ക് 10 പേര് വന്നിട്ട് ഒരു 1000 രൂപ വെച്ചങ്ങ് ഇട്ടു, 10,000 രൂപ ബാങ്കിൻ്റെ കയ്യിൽ കിട്ടി അല്ലേ. ഈ 10 പേരും നാളെ വന്നിട്ട് ഈ കാശ് തിരിച്ചു ചോദിച്ചാൽ 10,000 തിരിച്ചു കൊടുക്കണം ബാങ്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ 10,000 ബാങ്കിൻ്റെ കയ്യിൽ കിട്ടി, നാളെ വരുമ്പോൾ ഈ 10,000 തിരിച്ചു കൊടുക്കണം, ബാങ്കിൻ്റെ വേറെ കാശില്ല. അപ്പോൾ ഈ 10,000 ബാങ്ക് ഇങ്ങനെ സൂക്ഷിച്ച് കിട്ടിയ കാശ് അതുപോലെ വെച്ചുകൊണ്ടിരുന്നാൽ ബാങ്കിന് എന്തെങ്കിലും ലാഭമുണ്ടോ മക്കളെ? ഇല്ല. ബാങ്കിൻ്റെ ലാഭം എന്താണ്? ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് അത് ലോണായിട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് ബാങ്കിൻ്റെ ലാഭം. ഡിപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന പലിശയേക്കാൾ കൂടുതലായിരിക്കും ലോണായിട്ട് കൊടുക്കുമ്പോൾ ബാങ്കിന് കിട്ടുന്ന പലിശ. ആ പലിശയുടെ വ്യത്യാസത്തെയാണ് ബാങ്ക് ലാഭമായിട്ട് കണക്കാക്കുന്നത്. എൻ്റെ ചോദ്യം, ഞാൻ പറഞ്ഞു 10 പേര് വന്നിട്ട് 1000 രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്തു, 10,000 രൂപ ബാങ്കിൻ്റെ കൈവശം കിട്ടി. ബാങ്ക് അതെടുത്ത് ഒരാൾക്ക് ലോണായിട്ട് ഈ 10,000 കൊടുത്തു എന്ന് കരുതിക്കേ, പിറ്റേ ദിവസം ഈ 10 പേരും വന്ന് കാശ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ബാങ്കിൻ്റെ ഉണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഏത് സമയത്ത് ബാങ്കിൽ ചെന്നാലും ബാങ്ക് നമുക്ക് കാശ് തരുന്നുണ്ട്. ശരിയല്ലേ? അവർ വേണ്ടിയ കാശ് നമുക്ക് തരുന്നുണ്ട്, ലോൺ വേണ്ടവർക്ക് ലോണും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടുന്നാണ് ഈ കാശ് വരുന്നത്? അതാണ് ബാങ്കിൻ്റെ സ്ട്രാറ്റജി. അവിടെയാണ് ലിക്വിഡിറ്റി കൃത്യമായിട്ട് ബാങ്ക് മാനേജ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഈ റിസ്കിനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ SLR, CRR എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, BR ആക്ടിൻ്റെ അകത്ത് 24 പ്രകാരവും 18 പ്രകാരവും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ സ്ട്രാറ്റജി ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്, ബാങ്കുകൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ലിക്വിഡിറ്റി റിസ്ക്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി, അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻ്റ് ആയിട്ടുള്ള തുക, അല്ലെങ്കിൽ ക്യാഷിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി. സോ ആ ലിക്വിഡിറ്റിയിൽ നിന്ന് വരുന്ന റിസ്കുകളെ നോക്കിയാലോ. It refers to inability of bank to meet their short-term financial obligation to customers as a result of the shortage in cash or liquid asset. നോക്കിയേ, ലിക്വിഡിറ്റി റിസ്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ചോദിക്കുന്ന അപ്പോൾ തന്നെ ബാങ്കിന് ക്യാഷ് തരാൻ കഴിയണം. അവിടെയാണ് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനെയാണ് നമുക്ക് ലിക്വിഡിറ്റി റിസ്ക്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഇന്നബിലിറ്റി ഓഫ് ബാങ്ക് ടു മീറ്റ് ദെയർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻ. അവർക്ക് ഷോർട്ട് ടേമിലേക്കുള്ള, പരിമിത കാലത്തേക്കുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ അവർക്ക് നിർവഹിക്കാൻ ബാങ്കിന് കഴിയാതെ വരുന്ന സിറ്റുവേഷനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ലിക്വിഡിറ്റി റിസ്ക്, അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി അസറ്റ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് ലിക്വിഡിറ്റി റിസ്ക്. ക്ലിയർ ആയില്ലേ? മനസ്സിലായി? നോക്കൂ, ഡ്യൂ ടു റൈസിങ് NPA
bank fear to give credit to all loans which result in less flow of money in the market and it result in less liquidity. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ റൈസിങ് NBA കൂടിക്കഴിഞ്ഞാൽ എന്താ NBA? നോൺ പെർഫോമിങ് അസറ്റ്. NBA ആകുന്നത് എങ്ങനെയാണ്? ഒരു ലോൺ നമ്മൾ കൊടുത്തു, 90 ദിവസമായിട്ടും ലോണിൻ്റെ പലിശയോ അതിൻ്റെ മുതലോ തിരിച്ചു വരാതിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ അസറ്റിനെ NBA കാറ്റഗറിയിലേക്ക് തരംതിരിക്കും അല്ലേ? NBAയിലേക്ക്. സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, NBA ആകുന്നു, അതിനെ സബ്സ്റ്റാൻഡേർഡ് അസറ്റിലേക്ക് മാറ്റുന്നു, പിന്നെ അത് ഡൗട്ട്ഫുൾ അസറ്റായി മാറുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ അത് ലോസ് അസറ്റിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ബാങ്ക് ഫിയർ ടു ഗീവ് ലോൺ. അപ്പോൾ NBA ആയിക്കഴിഞ്ഞാൽ, ഒരു അസറ്റ് NBA ആയിക്കഴിഞ്ഞാൽ ബാങ്കിന് പിന്നെ ടെൻഷനാണ്. കാരണം നമ്മൾ ബാങ്ക് ലോൺ കൊടുത്തു, നമ്മൾ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ ലോൺ കൊടുത്തു. ആ 10 ലക്ഷം രൂപ കൊടുത്തതിൽ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല, പലിശയും കിട്ടുന്നില്ല, മുതലും തിരിച്ചു കിട്ടിയില്ല. ബാങ്കിന് റിസ്ക് ആണ്, ബാങ്കിന് ടെൻഷനാണ്. എന്താണ്? ഇനി ഈ തുക തിരിച്ചു കിട്ടുമോ? ശരിയല്ലേ? അവിടെ ബാങ്ക് കൊടുത്ത തുക കിട്ടാതെ വരുമ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് തുക തിരിച്ചു വയ്ക്കുമ്പോൾ കൊടുക്കണം. ആ പൈസ എടുത്തിട്ട് ഇവിടെ ലോൺ കൊടുത്തേക്കുന്നത്, അത് തിരിച്ച് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ബാങ്കിന് റിസ്ക് ആണ്. സോ ബാങ്കിന് അവിടെ കൊടുക്കാൻ പറ്റാതെ വരുന്നു, അവിടെ ലിക്വിഡിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്നു. സോ അവിടെ NBA റൈസ് ചെയ്യപ്പെടുമ്പോൾ ബാങ്കിന് ക്രെഡിറ്റ് പരമായിട്ടുള്ള റിസ്ക് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിച്ച് റിസൾട്ട് ഇൻ ലെസ് ഫ്ലോ ഓഫ് മണി. അങ്ങനെയാണ് അവിടെ ലെസ് ഫ്ലോ ഓഫ് മണി ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴവിടെ ലെസ് ലിക്വിഡിറ്റി കുറയുന്നു, അവിടെ ലിക്വിഡിറ്റി റിസ്ക് റൈസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി, എനിക്കറിയാം. നോക്കൂ അടുത്തത്. Due to a substantial risk of non-repayment of credit, the credit capacity of the bank reduces. Due to substantial risk of non-repayment of credit, the credit capacity of bank reduces. എന്താ ഈ പോയിന്റ് കൊണ്ട് പറയുന്നത്? നിങ്ങൾ നോക്കി, നിങ്ങളൊരു ലോൺ എടുക്കുന്നു. അതായത് എക്സാമ്പിൾ നോക്കൂ, ഒരു വ്യക്തി, ഈ വ്യക്തി ബാങ്കിൽ ചെന്നിട്ട് പറയുന്നു എനിക്ക് ലോൺ തരണമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഡേൺ ആയിട്ടുള്ള ബാങ്കുകളാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ആധുനിക കാലത്തുള്ള ബാങ്കുകളാണ് കേട്ടോ. നോക്കി, ഇത് റിസർവ് ബാങ്ക്, SBI ആണെന്ന് ഓടിക്കും. റിസർവ് ബാങ്ക് അല്ല, SBI ബാങ്ക്, സാധാ ഒരു ബാങ്ക്. ഈ ബാങ്കിലേക്ക് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് ലോൺ തരണം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു? ലോൺ പ്രൊവൈഡ് ചെയ്തു. 1000 രൂപയാണ് ലോൺ എന്ന് കരുതിക്കും. വേണ്ട, 10000 രൂപ ലോൺ കൊടുത്തു കേട്ടോ. 10000 രൂപ ബാങ്ക് ലോൺ ആർക്ക് കൊടുത്തു? ഈ വ്യക്തിക്ക് കൊടുത്തു. അപ്പം 10000 രൂപ ബാങ്കിൻ്റെ കൈവശം ഉണ്ടായിരുന്ന 10000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ബാങ്കിൻ്റെ കൈവശം 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇനി 90000 ഉള്ളൂ. ഈ 10000 രൂപ കിട്ടിയത് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരാതിരിക്കുന്ന സിറ്റുവേഷനിൽ ബാങ്കിൻ്റെ കൈവശം ഇനി കാശുണ്ടോ? ഇല്ല. ബാങ്കിൻ്റെ കൈവശം നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൽ 10000 പോയപ്പോൾ ഇപ്പോൾ 90000 ഉള്ളൂ. ഇത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 90000 ഉള്ളൂ. അപ്പോൾ ഈ കൊടുത്ത ലോൺ തിരിച്ചു വരാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് ക്യാഷിന് കുറവ് ആരുടെ ഭാഗത്ത് വരുന്നുണ്ട്? ബാങ്കിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും 1 ലക്ഷം ബാങ്കിൻ്റെ കൈവശം വന്നു. അപ്പോൾ ആ 1 ലക്ഷം രൂപയും ലോൺ കൊടുക്കാൻ ബാങ്കിൻ്റെ കൈവശമുണ്ട്. ഇദ്ദേഹം തിരിച്ചു കൊടുക്കാതിരുന്നാൽ ലോൺ കൊടുക്കാനുള്ള കപ്പാസിറ്റി ആർക്ക് കുറയും? ബാങ്കിന് കുറയും. അതായത് 1 ലക്ഷം ഉണ്ടായിരുന്ന ബാങ്കിൽ നിന്നും 10000 രൂപ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി ലോൺ കൊടുക്കാനുള്ള കപ്പാസിറ്റി ബാങ്കിൻ്റെ കയ്യിൽ കുറഞ്ഞു. 90000 കുറഞ്ഞില്ലേ? ഇനി എത്രയല്ലേ ലോൺ കൊടുക്കാനുള്ളൂ? ഇദ്ദേഹം ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, തിരിച്ച് ഈ ലോൺ അടച്ചു കഴിഞ്ഞാൽ അത് ബാങ്കിൻ്റെ കപ്പാസിറ്റി കൂടും. അപ്പോൾ കൊടുക്കാതിരുന്നാൽ ബാങ്കിൻ്റെ കപ്പാസിറ്റി കുറയും. അതാണ് ഇവിടെ പറയുന്നത്. ഡ്യൂ ടു സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ഓഫ് നോൺ റീപേയ്മെൻറ്റ് നടക്കുക, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടക്കാതെ വരുമ്പോൾ ബാങ്കിന് വീണ്ടും ലോസ് അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാകുന്നു. എന്താണ്? നോൺ റീപേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്, ദ ക്രെഡിറ്റ് കപ്പാസിറ്റി ഓഫ് ബാങ്ക് റെഡ്യൂസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി വീണ്ടും അവിടെ കുറയുന്നു എന്ന് മനസ്സിലാക്കുക. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി കൂടും, തിരിച്ചു കൊടുക്കാതിരുന്നാൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കപ്പാസിറ്റി കുറയുമെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്ത് നോക്കിക്കേ. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് sufficient liquidity, bank are unable to provide the loan to their genuine customers. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള വരവ്, കൃത്യമായിട്ട് ക്യാഷ് ബാങ്കിലേക്ക് വരുന്നില്ലെങ്കിൽ, കൃത്യമായിട്ടൊരു ഇൻഫ്ലോ ബാങ്കിലേക്ക് വരുന്നില്ലെങ്കിൽ
ബാങ്കിന് അതിൻ്റെ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി കുറയും. അവർക്ക് അണേബിൾ ടു പ്രൊവൈഡ് ലോൺ ടു ദ കസ്റ്റമേഴ്സിന് ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുവാനായിട്ടുള്ള കപ്പാസിറ്റി ബാങ്കിൻ്റെ കയ്യിൽ കുറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ലിക്വിഡിറ്റി റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, liquidity risk is a consequence of large credit loss and business loss of investment by the bank. അത് ലാർജ് ഒരു കോൺസിക്വൻസ്, വലിയ ഒരു കോൺസിക്വൻസ് ഉണ്ടാവും. എന്താണ് പറയുന്നത്? It arises due to mismatch between asset and liability. അത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അസറ്റ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ ഉള്ളതാണ് അസറ്റ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തെ, ഞാൻ ബാങ്ക് എന്ന് മാത്രം പറയുന്നില്ല, ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെല്ലാം അസറ്റ് ലൈബിലിറ്റി മാനേജ് ചെയ്യുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ബാലൻസ് ഷീറ്റിന് അത്ര തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത് കേട്ടോ. നോക്കിയേ, ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട് അല്ലേ? അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്. ഈ അസറ്റും ലൈബിലിറ്റിയും മാനേജ് ചെയ്യുക, ഈക്വലായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് അസറ്റ് ലൈബിലിറ്റി ചെയ്യുമ്പോഴത്തേക്കിന് ഇത് എപ്പോഴും ടാലി ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ടാലി ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്താ? അത് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലാത്ത ലൈബിലിറ്റി കൂടി വന്നാൽ എന്ത് ചെയ്യും? ആ ബിസിനസ് നഷ്ടത്തില്ല. ആ ലൈബിലിറ്റി കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കറിയാം, ബാധ്യത കൂടരുത്, അസറ്റ് കൂടി പോകരുത്, ഇത് രണ്ടും തുല്യമായിട്ട് കൊണ്ടുപോകണം. സോ മിസ്മാച്ച് ബിറ്റ്വീൻ അസറ്റ് ആൻഡ് ലൈബിലിറ്റി, അവിടെ ഈ ലിക്വിഡിറ്റി റിസ്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അസറ്റും ലൈബിലിറ്റിയും തമ്മിൽ മിസ്മാച്ച് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇറ്റ് കോസ് ബാങ്ക് റൺ സിറ്റുവേഷൻ, അവിടെ ബാങ്ക് റൺ സിറ്റുവേഷൻ ഉണ്ടാകുന്നു അല്ലേ? ബാങ്ക് റൺ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ബാങ്ക് തന്നെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഇറ്റ് ഓൾസോ അറൈസ് വെൻ യു വാണ്ട് ടു സെൽ ഓർ ബൈ സം കമ്മോഡിറ്റി ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. ഇനി കസ്റ്റമേഴ്സിന് പൈസ കൊടുക്കുന്നതോ കസ്റ്റമേഴ്സ് പൈസ ഇടുന്നതോ മാത്രമല്ല, ബാങ്കിന് മറ്റുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് മറ്റുള്ള കമ്മോഡിറ്റികൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റീസ് വാങ്ങണമെന്നുണ്ട് എങ്കിൽ പോലും അവർക്കത് വാങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ പിടികിട്ടിയോ? ഒരുപക്ഷെങ്കിൽ അവർക്ക് കുറച്ച് ബോൺസ് ഒക്കെ വാങ്ങാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കൊടുക്കാനായിട്ട് കാശില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, തിരിച്ചു സിറ്റുവേഷൻ വരാം, ഇവർക്ക് കമ്മോഡിറ്റീസ് വിൽക്കുവാനായിട്ടുണ്ട്, പക്ഷേ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ ആളില്ലാതെ വരുന്ന സിറ്റുവേഷൻ. ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് എ കോൺസിക്വൻസസ് ഫേസ്ഡ് ബൈ ലിക്വിഡിറ്റി റിസ്ക്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? ഇനി നോക്കൂ, ഫണ്ടിങ് ലിക്വിഡിറ്റിയും വരാം, ട്രേഡിംഗ് ലിക്വിഡിറ്റിയും വരാം. എന്താണ് ഫണ്ടിങ് ലിക്വിഡിറ്റി? അപ്പോൾ ഫണ്ടിങ് ലിക്വിഡിറ്റി ഉണ്ട്, ട്രേഡിംഗ് ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ? ഫണ്ടിങ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ ബട്ട് ഹാവ് നോട്ട് ഇനഫ് റിസോഴ്സസ് ടു ബൈ ഇറ്റ്. മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, എല്ലാം പർച്ചേസ് ചെയ്യാം. പക്ഷേ പർച്ചേസ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഇനഫ് റിസോഴ്സസ് നമ്മുടെ കൈവശമില്ല. റിസോഴ്സസ് കൈവശമില്ല, പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആയുള്ള സിറ്റുവേഷനാണ് ഫണ്ടിങ് ലിക്വിഡിറ്റി. നമുക്കവിടെ ഫണ്ടിങ് ഇല്ലാതെ വരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫണ്ടിങ് ഇല്ലാതെ വരുന്നു. അപ്പോൾ മാർക്കറ്റിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഫണ്ട്സ് റിസോഴ്സസ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ ഫണ്ടിങ് ലിക്വിഡിറ്റിയിലേക്ക് നയിക്കുന്നു. അടുത്തതായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി നോക്കാം. ട്രേഡിംഗ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ യു ഹാവ് ഇനഫ് റിസോഴ്സസ് ബട്ട് അണേബിൾ ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റി ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് കൗണ്ടർ പാർട്ടി ഇൻ ദ മാർക്കറ്റ്. യു ഹാവ് ഇനഫ് റിസോഴ്സസ് ബട്ട് അണേബിൾ ടു ബൈ ഓർ സെൽ. നിങ്ങൾക്ക് ഇവിടെ നേരത്തെ വന്നിരുന്നത് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ? മാർക്കറ്റിൽ നിങ്ങൾക്ക് കൗണ്ടർ പാർട്ടി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കൈവശം ഫണ്ട് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ. ഇവിടെ നേരെ തിരിച്ചാണ്, നിങ്ങളുടെ കൈവശം ഇനഫ് റിസോഴ്സസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്ടി ഇല്ല. ബൈ ഓർ സെൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോൺ അവൈലബിലിറ്റി ഓഫ് കൗണ്ടർ പാർട്ടി ഇൻ ദ മാർക്കറ്റ്. കൗണ്ടർ പാർട്ടി കിട്ടുന്നത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് വിൽക്കാനായിട്ട് മറ്റൊരാളെ കിട്ടാതെ വരുന്നു, പക്ഷെ നിങ്ങളുടെ കൈവശം റിസോഴ്സസ് ഉണ്ട്. ഈ സിറ്റുവേഷനാണ് മക്കളെ പറയുന്നത് ട്രേഡിംഗ് ലിക്വിഡിറ്റി. സോ ടു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി മനസ്സിലാക്കുക. ഫണ്ടിങ് ലിക്വിഡിറ്റി ഉണ്ട്, ട്രേഡിംഗ് ലിക്വിഡിറ്റി. ഫണ്ടിങ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, നിങ്ങളുടെ കൈവശം റിസോഴ്സസ് ഇല്ല. ട്രേഡിംഗ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈവശം റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് കൗണ്ടർ പാർട്ടിയെ കിട്ടാനില്ലാതെ വരുന്ന സിറ്റുവേഷനാണ് ട്രേഡിംഗ് ലിക്വിഡിറ്റി. ക്ലിയർ ആയില്ലേ? ഫണ്ടിംഗ് ലിക്വിഡിറ്റി ആൻഡ് ട്രേഡിംഗ് ലിക്വിഡിറ്റി. ഓക്കെ അല്ലേ? ക്ലിയർ ആയി മനസ്സിലാകുന്നുണ്ടല്ലേ? ഇനി നോക്കൂ, ലിക്വിഡിറ്റി റിസ്ക് മേ എറൈസ് ഫ്രം സിറ്റുവേഷൻ ഇൻക്ലൂഡ്. എങ്ങനെയൊക്കെ ലിക്വിഡിറ്റി റിസ്ക് എറൈസ് ചെയ്യാമെന്ന് പറയുന്നു അല്ലേ? There is not enough cash or
ക്യാഷ് ഇക്വലൻസ് ടു മീറ്റ് ദ നീഡ് ഓഫ് ഡിപ്പോസിറ്റ് ആൻഡ് ബോറോവേഴ്സ്. ലിക്വിഡിറ്റി റിസ്ക് എങ്ങനെ വരാം? നിങ്ങളുടെ ഡിപ്പോസിറ്റേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലോൺ എടുക്കാൻ നിൽക്കുന്ന ബോറോവേഴ്സിനെ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് വിഡ്രോ ചെയ്യാൻ നിൽക്കുന്ന ബോറോവേഴ്സിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്യാഷ് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ അവിടെ ഏത് റിസ്ക് വരും? ലിക്വിഡിറ്റി റിസ്ക് എറേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കും. സെയിൽ ഓഫ് ലിക്വിഡ് അസറ്റ് വിൽ ഈൽഡ് ലെസ് ദാൻ ദെയർ ഫെയർ വാല്യൂ. ഫെയർ വാല്യൂവിനേക്കാൾ കുറവാണ് ലിക്വിഡിറ്റി റിസ്ക് ലിക്വിഡിറ്റി അസറ്റ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ ലിക്വിഡിറ്റി റിസ്ക് വരുവാൻ സാധ്യതയുണ്ട്. ലിക്വിഡ് അസറ്റ് വിൽ നോട്ട് ബി സോൾഡ് അറ്റ് ദ ഡിസൈർഡ് ടൈം ഡ്യൂ ടു ലാക്ക് ഓഫ് ബയേഴ്സ്. നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പോലെ തന്നെ നിങ്ങളുടെ കൈവശം ലിക്വിഡിറ്റി അസറ്റുകളുണ്ട്, പക്ഷേ അത് കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് അത് വിൽക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണ്? അത് വാങ്ങാനായിട്ട് ആൾക്കാരില്ലാതെ വരുന്നു. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങൾ ആ എമൗണ്ട് സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ എമൗണ്ട് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ സമയത്ത് വിൽക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് വരും? അവിടെ ലിക്വിഡിറ്റി റിസ്ക് എറേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? The inability to provide a cash in a timely manner to customers can result in loss of confidence in customers who may rush to take out their deposits, leading to a bank run situation. എന്താണ് ഞാൻ പറഞ്ഞ എപ്പോഴും ബാങ്ക് കൊളാപ്സായി അല്ലെങ്കിൽ ഒരു ബാങ്ക് തകർന്നു പോയി എന്ന് പറയുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് മക്കളെ? ബാങ്കിൻ്റെ കൈവശം ഒരുപാട് ഡിപ്പോസിറ്റുകൾ ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നു. ഈ ഡിപ്പോസിറ്റുകളൊക്കെ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബാങ്കിന് ടൈംലി ആയിട്ട് കൊടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ, അവർക്ക് കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് ക്യാഷ് കൊണ്ടിടുന്നുണ്ട്, പല കസ്റ്റമേഴ്സും ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. പക്ഷേ വിഡ്രോവൽ ചോദിക്കുമ്പോൾ ബാങ്കിന് കൊടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ പറയും ബാങ്ക് തകർന്നു അല്ലെങ്കിൽ ബാങ്ക് അവിടെ പൂട്ടിപ്പോയി എന്ന് പറയും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് സാധാരണയായിട്ട് നമ്മൾ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതാണ് നോക്കാൻ പോകുന്നത് ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റിസ്ക് ഓഫ് പൊട്ടൻഷ്യൽ occurrence ഓഫ് adverse effect on the bank's financial result and capital due to debtors default to meet its obligation to the bank. നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു റിസ്ക് ആണ് അല്ലേ? ബാങ്കിന് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ വരുന്ന ഒരു റിസ്ക് ആണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. എന്നാൽ ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇത് നേരെ നമ്മളുടെ ലോൺ കൊടുത്തു കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് തിരികെ ആ ലോൺ തുക അടയ്ക്കാതിരിക്കുമ്പോൾ വരുന്ന റിസ്കിനെയാണ് നമ്മൾ ഡീഫോൾട്ട് റിസ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ബാങ്ക് ലോൺ കസ്റ്റമേഴ്സിന് കൊടുത്തു, ആ കസ്റ്റമേഴ്സ് കൃത്യമായ രീതിയിൽ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്നില്ലാത്ത പക്ഷം അവർക്ക് വരുന്ന റിസ്കിനെയാണ് മക്കളെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക്. ക്ലിയർ ആയില്ലേ? ഇൻ സിമ്പിൾ വേർഡ്സ്, ഇഫ് എ പേഴ്സൺ A borrows a loan from bank and is not able to repay the loan because of inadequate income, loss in business, death, unwillingness or any reason, the bank faces credit risk. എന്താ ഇവിടെ പറയുന്നത്? ഒരാൾ ലോൺ ബോറോ ചെയ്യുകയാണ്, ബാങ്കിൽ നിന്നും ബോറോ ലോൺ ഫ്രം ബാങ്ക്. ലോൺ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് തിരികെ അടയ്ക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ. അത് എന്തുകൊണ്ടാകാം? ലോസ് ഇൻ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് നഷ്ടം വന്നു, അദ്ദേഹത്തിന് ലോൺ റീപേ ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ. അദ്ദേഹത്തിന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ലോണിൻ്റെ തുക കുടിശ്ശികയായി പോകുന്നു. അൺവില്ലിങ്നെസ്, അദ്ദേഹം അത് മനഃപൂർവ്വം തിരിച്ചടയ്ക്കാതിരിക്കുന്നു. എനി അതർ റീസൺ, മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ബാങ്കിന് തുക തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ആ സിറ്റുവേഷനെ പറയുന്നതാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ ബോറോവ്ഡ് ആയിട്ടുള്ള എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യാതെ വരുമ്പോൾ വരുന്ന റിസ്കിനെയാണ് നമ്മൾ ഇങ്ങനെ പറയാറുള്ളത് അല്ലേ? ടു ലോവർ ഡൗൺ ദ ക്രെഡിറ്റ് റിസ്ക് ബാങ്ക് ഫോളോ മെഷേഴ്സ് സച്ച് എസ് ഡ്യൂ ഡിലിജൻസ് പ്രോസസ്, ക്രെഡിറ്റ് സ്കോർ ചെക്കിംഗ്, കൊളാട്രൽ ആൻഡ് മോർഗേജസ് അല്ലേ? ഇങ്ങനെ ബാങ്കിന് ലോൺ കൊടുത്തിട്ട് ആ തുക തിരികെ കിട്ടാതെ വരുമ്പോൾ വരുന്ന ലോസാണ് ഡീഫോൾട്ട് റിസ്ക് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ഔട്ട്മോസ്റ്റ് കെയർ അതിന് കൊടുക്കും അല്ലേ? ആ ബാങ്ക് ലോൺ ഇഷ്യൂ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ബാങ്ക് അതിനെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് അതിനെ ബാങ്ക് ഡ്യൂ ഡിലിജൻസ് വഴി അല്ലെങ്കിൽ കൃത്യമായിട്ട് നോ യുവർ കസ്റ്റമർ ട്രാൻസാക്ഷൻ വഴി കൃത്യമായിട്ട് ആ കസ്റ്റമറെ മനസ്സിലാക്കിയതിന് ശേഷം റീപേയ്മെൻറ്റ് കിട്ടുമോ, അദ്ദേഹത്തിന് ജോലിയുണ്ടോ, അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാണ്, അദ്ദേഹത്തിൻ്റെ വരുമാനം വെച്ചിട്ട് ഈ ലോൺ റീപേയ്മെൻറ്റ് നടത്താൻ EMI അടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് സ്കോറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്ക് എന്ത് ചെയ്യുകയുള്ളൂ, ലോൺ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. സോ
ഇതെല്ലാം ചെയ്യുന്നത് ബാങ്ക് എന്തിനു വേണ്ടിയാണ്? ലോവർ ഡൗൺ ദ ക്രെഡിറ്റ് റിസ്ക്. ഈ ക്രെഡിറ്റ് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ലോൺ റീപേയ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ വരുന്ന റിസ്ക് ഏത് നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കും? ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയാം കേട്ടോ. ഇനി നോക്കിയേ SMA അല്ലെങ്കിൽ NBA അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം ഈ ക്രെഡിറ്റ് റിസ്ക് വരുമ്പോഴാണ് SMA അല്ലെ NBA ആയി മാറുന്നത്. നമ്മൾ പറഞ്ഞ SMA എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റാൻഡേർഡ് അസറ്റിനെ 3 തരംതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 90 ദിവസം കഴിഞ്ഞാൽ ഒരു അസറ്റ് 90 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 90 ദിവസമായിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റോ അതിൻ്റെ എമൗണ്ടോ അതിൻ്റെ തുകയോ തിരികെ അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷനെ നമ്മൾ ആ ലോണിനെ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ക്ലാസിഫൈ NBA തരംതിരിക്കും. ആ 90 ദിവസം ആകുന്നതിന് മുമ്പുള്ള ദിവസം 90 ദിവസത്തിന് മുമ്പുണ്ടല്ലോ അത് 30 ആയിട്ട് തരംതിരിക്കും. 30 ദിവസമായിട്ട് തരംതിരിക്കുന്നു. ഓക്കെ, 90 ദിവസം കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നു? NBA ആയി മാറുന്നു. അതിന് മുൻപുള്ള ദിവസങ്ങളെ 30 ആയിട്ട് തരംതിരിക്കുന്നു. SMA 0, SMA 1, SMA 2 എന്ന് തരംതിരിക്കുക അല്ലെ, സ്പെഷ്യൽ മെൻഷൻ അല്ലേ. ഇങ്ങനെ നമ്മൾ SMA 0, SMA 1, SMA 2 എന്ന് തരംതിരിക്കാറുണ്ട്. അത് 30 ആദ്യത്തെ ലോൺ കൊടുത്തു ഇൻട്രസ്റ്റോ പലിശയോ മുതലോ തിരിച്ചു കിട്ടാതെ വരുന്ന ആദ്യത്തെ 30 ദിവസത്തെ നമ്മൾ SMA 0 മാറ്റുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 30 ദിവസം കഴിയുമ്പോൾ അതിനെ SMA 1 ആക്കുന്നു. അതിനുശേഷമുള്ള 30 ദിവസമാണ് SMA 2 എന്നറിയപ്പെടുന്നത്. അതിനുശേഷം 90 ദിവസം കഴിഞ്ഞാൽ അത് നമ്മൾ NBA ആയി പ്രഖ്യാപിക്കുന്നു. NBA കാറ്റഗറിയിൽ 12 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനെ തരംതിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അത് നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കാറ്റഗറിയിലേക്ക് വരുന്നു. അതിനെ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആദ്യത്തെ ഒരു വർഷം സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, പിന്നെ അതിനെ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റിലേക്ക് മാറ്റുന്നു. പിന്നെ 3 വർഷം കഴിയുമ്പോൾ അതിനെ ലോസ് അസറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ കാറ്റഗറി പോകുന്നത് അല്ലെ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഇത് CSEB ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. CSEB കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി നെസസറി ഇൻ ഡാഷ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചോദിക്കാം കേട്ടോ. ഡാഷ് പോയിന്റ് ഓഫ് വ്യൂ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെന്ന് ചോദിക്കാം. ലെൻഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇത് വിട്ടുകളയരുത്. വളരെയധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്തു പോകണം. റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി നെസസറി ഇൻ ലെൻഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ അത് എഴുതി വെച്ചേക്കണം കേട്ടോ. എഴുതി വെച്ച് പഠിക്കണം. ഇത് CSEB ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തതും CSEBയിൽ വന്നിരുന്ന ഒരു ചോദ്യമാണ്. PYQ തന്നെയാണ്. കൃത്യമായിട്ട് ഇതും നോട്ട് ചെയ്യുക. An asset which is considered as unrealizable and or which little value continues as a doubtful asset is not worthwhile should be treated as dash asset. അത് ലോസ് അസറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. വിച്ച് ലിറ്റിൽ വാല്യൂ കണ്ടിന്യൂസ് ആസ് ഡൗട്ട്ഫുൾ. അതിൻ്റെ കുറച്ച് വാല്യൂ മാത്രമല്ലേ ലിറ്റിൽ വാല്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് വാല്യൂ മാത്രമല്ലേ നമുക്ക് ഡൗട്ട്ഫുൾ ആകുന്നുള്ളൂ എന്ന് നമുക്ക് ചിന്ത വരും. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ലിറ്റിൽ വാല്യൂ എന്ന് ചിന്തിക്കുമ്പം പലരും ലിറ്റിൽ എന്ന് പറയുമ്പോൾ കുറച്ച് എന്നൊരു ചിന്ത വരും. ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഇല്ല, നെഗറ്റീവ് വേർഡിങ്ങിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്. എന്താ ലിറ്റിൽ ഉണ്ട്, ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലിറ്റിൽ വാല്യൂ ദാറ്റ് കണ്ടിന്യൂസ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വരുന്ന അസറ്റിനെ ഏതായി തരംതിരിക്കുമെന്നാണ്. അത് ലോസ് അസറ്റ് ആണ്. ലിറ്റിൽ വാല്യൂ കുറച്ച് വാല്യൂ തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് സംശയം വരാതെന്നറിയോ, ഡൗട്ട്ഫുൾ അസറ്റ് അല്ലേ എന്നൊരു ചിന്ത വരും. സോ അത് ലോസ് അസറ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ രണ്ടെണ്ണം. നോക്കൂ, നമ്മൾ നോക്കിയേ. ഇനി യൂണിലാറ്ററൽ റിസ്ക്, ഓൺലി വൺ പാർട്ടി. ഇതിൻ്റെ അകത്ത് യൂണിലാറ്ററൽ റിസ്ക് എന്നും ബൈലാറ്ററൽ റിസ്ക് എന്നും നമുക്ക് തരംതിരിക്കുവാനായിട്ട് കഴിയും കേട്ടോ. യൂണിലാറ്റർ ആൻഡ് ബൈലാറ്ററൽ റിസ്ക്. യൂണിലാറ്ററൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ പാർട്ടി ബിയർ റിസ്ക്. എക്സാമ്പിൾ ബാങ്ക് ലോൺ അല്ലേ. യൂണിലാറ്ററൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് മാത്രം, ഒരു പാർട്ടിക്ക് മാത്രമാണ് ഈ റിസ്ക് സംഭവിക്കുന്നതെങ്കിൽ, ഒരു പാർട്ടിക്ക് മാത്രമേ റിസ്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എങ്കിൽ ആ ചാൻസിനെ നമ്മൾ പറയുന്നതാണ് യൂണിലാറ്ററൽ റിസ്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആർക്കാണ് റിസ്ക്? കസ്റ്റമറിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? കസ്റ്റമർ പോയി ബാങ്കിൽ നിന്നും ലോൺ സ്വീകരിക്കുന്നു, കസ്റ്റമറിനെ കിട്ടേണ്ട എമൗണ്ട് കിട്ടി, ഇനി കസ്റ്റമർക്ക് ലോസ് ഒന്നും സംഭവിക്കാനില്ല. ഇത് ആർക്കാണ് റിസ്ക്? റിസ്ക് സംഭവിക്കാനുള്ളത് ബാങ്കിനാണ്. ദെയർ ഈസ് യൂണിലാറ്ററൽ റിസ്ക്, ഓൺലി വൺ പാർട്ടി ബിയർ റിസ്ക്. ഒരാൾക്കാണ് റിസ്ക് സംഭവിക്കുന്നതെങ്കിൽ അതാണ് യൂണിലാറ്ററൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ബൈലാറ്ററൽ റിസ്ക് ആണെങ്കിലോ, റിസ്ക് ടു പാർട്ടീസ് എൻറ്റേർഡ് ഇൻ കോൺട്രാക്ട് ബോത്ത് ഓഫ് ദം ബിയർ റിസ്ക്. റിസ്ക് ടു പാർട്ടീസ് ആണ്. ഇവിടെ കരാറിൽ ഏർപ്പെടുന്ന 2 പാർട്ടീസിനും ഇവിടെ റിസ്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത്
ബൈലാറ്ററൽ റിസ്ക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറയുന്നതാണ് ബൈലാറ്ററൽ റിസ്ക്. ഓക്കെ ആണല്ലോ. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2 പേർക്ക്. അതായത് ഒരു ഫ്യൂച്ചർ എഗ്രിമെന്റിൽ ഇപ്പം എ ആൻഡ് ബി 2 പേരും എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. എന്താണ്, ബിയോട് പറയുകയാണ് ഞാൻ കൃത്യമായി ക്യാഷ് വന്നോളാം, താങ്കൾ അടുത്തൊരു 12 മാസത്തേക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് റോ മെറ്റീരിയൽ എന്തെങ്കിലും സപ്ലൈ ചെയ്യണമെന്ന് പറയുന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എയ്ക്കും ബിക്കും റിസ്ക് ഉണ്ട്. പ്രൊഡക്ഷൻ കൃത്യമായിട്ട് കാശ് കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ റിസ്ക് ആർക്ക് വരാം? ബിക്ക് വരാം. ബിക്ക് അങ്ങനെ ഒരു റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട്. എയ്ക്ക് ഒരു റിസ്ക് വരാം, കൃത്യമായിട്ട് റോ മെറ്റീരിയൽ എനിക്ക് തരുമോ ഇല്ലയോ എന്നൊരു സംശയം എയ്ക്കും വരാം അല്ലേ. അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് അവർ എഗ്രിമെൻറ്റ് നടത്തുമ്പോഴത്തേക്കിന് എയ്ക്കും ബിക്കും അവിടെ റിസ്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് കോൾഡ് ബൈലാറ്ററൽ റിസ്ക് ആൻഡ് യൂണിലാറ്ററൽ റിസ്ക് ഈസ് ഓൺലി വൺ പാർട്ടി ബിയർ ദ റിസ്ക്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ലേ? അപ്പോൾ SMAയുടെ കാര്യം മനസ്സിലായി. നമുക്ക് 2 PYQ ആണ് പറഞ്ഞു തന്ന. റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി നെസറി ഇൻ ലെൻഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അസറ്റ് വിച്ച് ഇസ് കൺസിഡർഡ് ലിറ്റിൽ വാല്യൂ കണ്ടിന്യൂസ് ടു ഡൗട്ട്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസ് അസറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. യൂണിലാറ്ററൽ റിസ്ക് ഒരാൾക്ക് മാത്രം റിസ്ക്, ബൈലാറ്ററൽ റിസ്ക് 2 പേർക്കും റിസ്ക് വരുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് റിസ്ക് ക്യാൻ ബി കാറ്റഗറൈസ് ആസ് ഫോളോസ്. ക്രെഡിറ്റ് റിസ്കിനെ ഇങ്ങനെയും പറയാൻ സാധിക്കുന്നു, കൗണ്ടർ പാർട്ടി റിസ്ക്. ക്രെഡിറ്റ് റിസ്കിൻ്റെ അകത്ത് വരുന്ന ഒരെണ്ണമാണ് കൗണ്ടർ പാർട്ടി റിസ്ക്. എന്താണ് കൗണ്ടർ പാർട്ടി റിസ്ക്? നോക്കിക്കേ, കൗണ്ടർ പാർട്ടി റിസ്ക് ഈ പറഞ്ഞ ബൈലാറ്ററൽ റിസ്കിന്റെ ഒരു വകഭേദമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് കേട്ടോ. കൗണ്ടർ പാർട്ടി അങ്ങനെ കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ദ റിസ്ക് അറൈസിംഗ് ഫ്രം കൗണ്ടർ പാർട്ടീസ് ഫെയിലിയർ ടു സെറ്റിൽ ദ ലൈബിലിറ്റി ഇൻ ട്രാൻസാക്ഷൻ ബിഫോർ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ, ക്യാഷ് ഫ്ലോ ഓർ സെറ്റിൽമെന്റ് ഓഫ് മോണിറ്ററി ലയബിലിറ്റി ഇൻ ദ ട്രാൻസാക്ഷൻ ഇൻ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അതായത് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റിൽ പറയാം, അപ്പോൾ ക്ലിയർ ആവും കേട്ടോ. നോക്കി, കൗണ്ടർ പാർട്ടി റിസ്ക് ഈസ് ദ റിസ്ക് ടു ഈച്ച് പാർട്ടി ഓഫ് എ കോൺട്രാക്ട് ദാറ്റ് ദ കൗണ്ടർ പാർട്ടി വിൽ നോട്ട് ലീവ് അപ്പ് ടു ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. ഓക്കെ ആണല്ലോ. നോക്കാം, കൗണ്ടർ പാർട്ടി റിസ്ക് ഈസ് എ റിസ്ക് ടു ബോത്ത് പാർട്ടീസ് ആൻഡ് ഷുഡ് ബി കൺസിഡേർഡ് വെൻ ഇവാലുവേറ്റിംഗ് എ കോൺട്രാക്ട്. ഇവിടെ പറയുന്നത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ഒരു കൗണ്ടർ പാർട്ടിയിൽ നിന്നും ആൻഡ് എ ആൻഡ് ബി, ഇപ്പം ഇവർ 2 പേരാണെന്ന് ഓർത്ത്, ഇവർ 2 പേരും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം എ ആണ്, ഇദ്ദേഹം ബി ആണ്. എ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അത് ബിക്ക് ഒരു ലോസ് ആയിട്ട് സംഭവിക്കും. ഇനി ബിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ബിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എക്ക് ബാധകമായി തീരും. സോ കൗണ്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരാളാൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ നിന്നും വരുന്ന ഡീഫോൾട്ട് നമുക്കൊരു റിസ്ക് ആയി തീരുന്നതിനെയാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അതാണ് കൗണ്ടർ പാർട്ടി. ഇനി കൺട്രി റിസ്ക്. എങ്ങനെയാണ് കൺട്രി റിസ്ക് വരുന്നത്? ഇറ്റ് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ എ ഫോറിൻ കൺട്രി. ഇറ്റ് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ എ ഫോറിൻ കൺട്രി. വളരെയധികം റിസ്ക് വരുന്ന ഒരു മേഖലയാണ് ഫോറിൻ കൺട്രി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. കാരണം അവിടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചില റിസ്കുകൾ നമുക്ക് വരും. എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറയാം കേട്ടോ. നോക്കൂ, in this default by a borrower or non-repayment of due arise due to constraints on restrictions imposed by the. അടുത്ത പോയിന്റ് നോക്കിയേ, these risks include political risk, exchange rate risk, economic risk, sovereign risk and transfer risk, which is the risk of capital being locked up for forced by government action. നമ്മൾ ഒരു രാജ്യത്തിൽ ഇറങ്ങിച്ചെന്ന് ആ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള റിസ്കുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ലോകളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ എക്കണോമിക്കൽ സാമ്പത്തികപരമായിട്ട് റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. കൺട്രി റിസ്ക് വരുമ്പോൾ എക്സ്ചേഞ്ച് വരുമ്പോഴത്തേക്കിന് ഒരു പക്ഷേ അവിടെ റിസ്ക് എക്കണോമിക്കലായിട്ട് റിസ്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എങ്ങനെയാണ് വരുന്നത്? ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ കൺട്രിയുടെ കറൻസിയുടെ മൂല്യം കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റിസ്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ പരമായിട്ടുള്ള റിസ്കുകൾ ആ രാജ്യത്തിൽ ഒരു പക്ഷേ ഉണ്ടാവാം. ഇതൊക്കെ നമ്മളെയും ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണല്ലേ. അങ്ങനെ വരുമ്പോൾ കൺട്രി റിസ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന റിസ്കുകളെയാണ് കൺട്രി റിസ്ക് എന്ന് പറയുന്നത്. It is a risk relating to country of origin of the person to which the bank is exposed. That is a risk of negative effect on the bank's financial result and capital due to the bank's inability to collect receivables from such a person of a reason arising from political, economic or social circumstances in such a person's country of origin. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നെയാണ് പറയുന്നത്. നോക്കിയേ, it include political stability, level of fiscal deficit, degree of natural disaster, regulatory government.
ഈ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, വീണ്ടും വീണ്ടും പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ലെവൽ ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ അറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസിന് നമുക്കൊരു ഡെഫിസിറ്റ് ആയിട്ട് വരുന്നുവെങ്കിൽ അതിനെ ലെവൽ ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റിന് കാറ്റഗറി വരുത്താൻ പറ്റും അല്ലേ. ഇനി നോക്കൂ, ഡിഗ്രി ഓഫ് നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ, പിന്നെ റെഗുലേറ്ററി എൻവയോൺമെൻറ്റും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തതാണ് ബാങ്ക്രപ്സി റിസ്ക് നമുക്കറിയാം അല്ലെ. എന്താണ്? ഇഫ് ദ ബോറോവർ ബിക്കം ബാങ്ക്രപ്റ്റ്, the value of collateral is insufficient to recover the full loss. Borrower become bankrupt ആയി കഴിയുമ്പോൾ വാല്യൂ ഓഫ് കൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി ഈട് വെച്ചിരിക്കുന്ന കൊളാറ്ററൽ ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു റിക്കവർ ദ ഫുൾ ലോസ്. ആ ടോട്ടൽ ലോസിനെ റിക്കവർ ചെയ്യാനായിട്ട് ആ കൊളാറ്ററൽ സെക്യൂരിറ്റി മതിയാവാതെ വരും. ആ സിറ്റുവേഷനാണ് ബാങ്ക്രപ്സി റിസ്ക് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി ഡൗൺ ഗ്രേഡ് റിസ്ക് ഉണ്ട്. ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഡൗൺ ഗ്രേഡ് ദ റേറ്റിംഗ് ഓഫ് ദ ബോറോവർ എൻറ്റിറ്റി, അതായത് ബോറോ ചെയ്തിരിക്കുന്ന ആളുടെ എൻറ്റിറ്റി സ്ഥാപനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ച് കഴിഞ്ഞാൽ അതിലൂടെ വലിയധികം റിസ്ക് സംഭവിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ഡൗൺ ഗ്രേഡ് റിസ്ക്. അങ്ങനെ വരുന്ന റിസ്കിനെയാണ് ഡൗൺ ഗ്രേഡ് റിസ്ക് എന്ന് പറയാറുള്ളത്. നമ്മുടെ സിവിൽ സ്കോറൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ലോണൊന്നും കിട്ടാൻ പാടായിരിക്കും, നമുക്കൊരു ഫിനാൻസ് കിട്ടാൻ പാടായിരിക്കും, നമുക്കൊരു വാഹനം എടുക്കാൻ, ഹൗസ് ലോൺ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അതിൽ നിന്ന് നേരിടേണ്ടി വരും. സോ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡൗൺ ഗ്രേഡ് റിസ്ക്. നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? As the rating of the entity are downgraded, the credit may change the higher lending rate to compensate for the increased risk. ഓക്കെയാണ്. സിബില്, ക്രിസില്, ICR, ഇക്ര, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. സിബില്, ക്രിസില്, ഇക്ര ഒക്കെ അല്ലേ. അപ്പോൾ റിസ്കുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. റിസ്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഇച്ചിരി വലിയ ക്ലാസ് ആണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. റിസ്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെപ്പോഴും പഠനം തുറന്നുകൊണ്ടിരിക്കുക, റിപ്പീറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.